ദിവ്യ, ആദ്യം ഈദ് മുബാറക്. PV അൻവർ പെരുന്നാൾ നമസ്കാരത്തിനായി വന്ന എടക്കര മസ്ജിദുസ് സലാം പള്ളിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നേരത്തെ ഇവിടെ ഈദ്ഗാഹ് ആയിരുന്നു നിശ്ചയിച്ചിരുന്നത്. കാലാവസ്ഥ മൂലം പള്ളിയിലേക്ക് നമസ്കാരം മാറ്റുകയായിരുന്നു. ഇപ്പോൾ PV അൻവർ പള്ളിയിലേക്ക് എത്തുകയും നമസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇമാം പ്രസംഗിക്കുകയാണ്, പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങ് കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും PV അൻവറും ഒപ്പം തന്നെ വിശ്വാസികളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. അതിനുശേഷം നമ്മൾ പ്രതികരണം കൂടി ആരായും എന്നുള്ളതാണ്. ഏതായാലും ത്യാഗത്തിൻ്റെ സ്മരണയിൽ മുസ്ലിങ്ങൾ ഈ ബലി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ പെരുന്നാൾ ദിവസം സ്ഥാനാർത്ഥികളും സജീവമായി തന്നെ ഈദ്ഗാഹുകളിലും ഒപ്പം തന്നെ പള്ളികളിലുമെല്ലാം നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം വിശ്വാസികളോട് വോട്ട് തേടുന്ന ചടങ്ങുകൾ മാത്രമാണ് ഇന്നുള്ളത്. മറ്റു പ്രധാനപ്പെട്ട പ്രചാരണ പരിപാടികളൊന്നും തന്നെ നിലമ്പൂരിൽ ഇന്നില്ല. പെരുന്നാൾ ആയതുകൊണ്ട് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പള്ളിയിലും ഈദ്ഗാഹുകളിലും എത്തുന്ന വിശ്വാസികളോട് വോട്ട് തേടും. ഒപ്പം അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിലും ചില വ്യക്തികളുടെ വീട്ടിലും സന്ദർശനം നടത്തുകയും ഈദ് ആശംസകൾ നേരുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പരിപാടി. PV അൻവറിനും ഇന്ന് കാര്യമായ മറ്റു പ്രചാരണ പരിപാടികളൊന്നും തന്നെ ഇല്ല. 7 മണിയോട് കൂടി തന്നെ എടക്കരയിലെ മസ്ജിദുസ് സലാം പള്ളിയിൽ എത്തുകയും നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ നമസ്കാരത്തിന് ശേഷം ഇവിടെ നിന്ന് അദ്ദേഹം ഒതായിലെ വീട്ടിലേക്ക് മടങ്ങും. പിന്നീട് ചില വ്യക്തികളുടെ വീട്ടിലുള്ള സന്ദർശനം മാത്രമായിരിക്കും ഇന്നുണ്ടാവുക. നേരത്തെ തന്നെ PV അൻവർ പറഞ്ഞിരുന്നു ബലി പെരുന്നാളിന് ശേഷമായിരിക്കും പ്രചാരണത്തിൽ സജീവമാവുക എന്ന്. അതനുസരിച്ച് നാളെ മുതലായിരിക്കും കൂടുതൽ പ്രചാരണ രംഗത്ത് PV അൻവർ സജീവമാവുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മസ്ജിദുസ് സലാം പള്ളിയിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമുള്ള പ്രഭാഷണമാണ്. ഈ നമസ്കാരവും പ്രഭാഷണം ചേരുമ്പോഴാണ് പെരുന്നാൾ ഈദ്ഗാഹ് അല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരം ആ ചടങ്ങ് പൂർത്തിയാവുക. പെരുന്നാൾ പ്രഭാഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ അത് വീണ്ടും പുതുക്കുകയാണ്. വിശ്വാസികൾ ഏറ്റവും പ്രിയപ്പെട്ടതിനെ സമർപ്പിക്കുക എന്നുള്ള സന്ദേശം പകരുകയാണ് ഈ ബലി പെരുന്നാൾ എന്നുള്ളതാണ്. ഇബ്രാഹിം നബി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ബലി അർപ്പിച്ചതിൻ്റെ സ്മരണയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ബലി പെരുന്നാൾ എന്നുള്ളത്. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് സമർപ്പിക്കേണ്ടത് എന്ന സന്ദേശം, എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ബലി പെരുന്നാളും വിശ്വാസികൾക്ക് നൽകുന്നത്. ഇപ്പോൾ ആ തരത്തിലുള്ള പെരുന്നാൾ സന്ദേശം കൂടി ഇമാം വിശ്വാസികൾക്ക് നൽകുന്നു. PV അൻവർ കൂടി ഈ പള്ളിക്കകത്ത് വിശ്വാസികൾക്കൊപ്പമുണ്ട്. ഈ പെരുന്നാൾ ഈ പ്രഭാഷണത്തിന് ശേഷം ഈ പള്ളിയിലെ ചടങ്ങ് അവസാനിക്കും. ശേഷം ഈ പള്ളിക്ക് പരിസരത്തുള്ളവരോടും പള്ളിയിലെത്തിയവരോടും വോട്ട് തേടുന്ന അല്ലെങ്കിൽ അവർക്ക് ഈദ് ആശംസകൾ നേരുന്ന ഒരു കാഴ്ചകൾ കൂടിയായിരിക്കും ഇനി ഇവിടെ നിന്ന് ഉണ്ടാവുക. ദിവ്യ, ശരി. എന്തായാലും ഷംസി, പെരുന്നാൾ വിശ്വസിച്ച് ഞാൻ നേരാൻ മറന്നുപോയി. എന്തായാലും ഇന്നിപ്പോൾ പെരുന്നാൾ ആയതുകൊണ്ട് എങ്ങനെയാണ് ഇന്നത്തെ ആഘോഷം? ഈ ഉപതെരഞ്ഞെടുപ്പ് തിരക്കൊക്കെ ആയതുകൊണ്ട് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റാത്തുള്ള ഒരു വിഷമമുണ്ടോ? ദിവ്യ, കുടുംബത്തോടൊപ്പം ചെലവഴിക്കണം ഓരോ പെരുന്നാളും എന്നുള്ളതൊരു ആഗ്രഹമാണ്. പക്ഷേ ഈ തവണ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ആംബിയൻസിൽ അങ്ങ് മുഴുകി ഇവിടെ തന്നെ പെരുന്നാൾ ആഘോഷിക്കണമെന്ന് സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ അധികമാക്കി പറയല്ല. ശരിക്കും അങ്ങനെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ മൊത്തത്തിൽ സെറ്റായിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശം, പെരുന്നാൾ അടുത്തതോടുകൂടി പെരുന്നാൾ ആവേശം, അത് ഈ ടെക്സ്റ്റൈൽസിലൊക്കെ അതിൻ്റെ ഒരു തിരക്ക് കാണുന്നുണ്ടായിരുന്നു. ഈ ഇറച്ചിക്കടകളിൽ ഇപ്പോൾ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ വാങ്ങാനുള്ള ആൾക്കാരുടെ നീണ്ട നിര. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയായിരുന്നു നിലമ്പൂരും നമ്മളുള്ളത്. ഇന്നലെ രാത്രി നമ്മൾ അസ്ലംക്കയുടെ കൂടെ സേഫുക്കയുടെ കൂടെ ഒക്കെ പോയി ഡ്രസ്സ് എടുത്ത് അങ്ങനെ ഇവിടെ തന്നെ നമ്മളങ്ങ് ആഘോഷിക്കുകയാണ്. ഉച്ചയ്ക്ക് നേരത്തെ സേഫ് പറഞ്ഞ പോലെ തന്നെ ഒരു സസ്പെൻസ് ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. അവരുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് നല്ല ബിരിയാണി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നപ്പോൾ ഉച്ചയ്ക്ക് എവിടെയാണ് നിങ്ങളുടെ ആഘോഷം എന്നത് അറിയേണ്ടതുണ്ട്. ഞാൻ നോക്കട്ടെ, ഒന്ന് അത് അറിയാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്തായാലും ആഘോഷങ്ങൾ നടക്കട്ടെ. ഈ ഉപതെരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ല എന്ന് തന്നെയാണ് നിലമ്പൂരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അവിടെ വിശ്വാസികളൊക്കെ തന്നെ പള്ളികളിലെത്തി പെരുന്നാൾ നമസ്കാരത്തിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥികളും ഇന്നത്തെ ദിവസം വലിയ തിരക്കിൽ തന്നെയാണ്. പെരുന്നാൾ ആഘോഷത്തോടൊപ്പം തന്നെ കഴിയുന്നത്ര ആളുകളെയൊക്കെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഒരുങ്ങുന്നത്. എന്തായാലും രാവിലെ